അല്ല നമ്മുടെ ഫിലിപ്പേട്ടന്റെ മോളെ ഇപ്പൊ കാണാനില്ലല്ലോ. നല്ല പ്ലെയർ അവള്, ഇപ്പൊ എവിടെയും കാണാനില്ല. അത് ശരിയാണല്ലോ, മോള് നല്ല കളിക്കുന്ന കുട്ടിയായിരുന്നു. അതെന്താ ഇപ്പൊ കാണാത്തത്? മെസ്സിയുടെ 2 ഗോളും എന്താലേ. മെസ്സിയുടെ ഗോൾ ഓക്കെ, പക്ഷെ അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യും. ആ ഗ്രീസ്മാന്റെ കളി ഉണ്ടല്ലോ ബ്രോ, ഹി വാസ് ജസ്റ്റ് ഫ്ലൈയിങ്. അമ്മാതിരി കളി. എന്റെ അന്ന, ഈ സാധനത്തിന്റെ ഉപയോഗം കഴിഞ്ഞ ഇവിടെ വെക്കാതെ തിരിച്ച് വീട്ടിനകത്ത് തന്നെ കൊണ്ടുവച്ചോണം കേട്ടല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാനിത് എടുത്ത് ബാങ്കിലെ ലോക്കറിൽ കൊണ്ടുപോയി. ഇനി അതല്ല, കള്ളന്മാർക്ക് കയറി വന്നാൽ ഇതുപോലുള്ള ആയുധം കണ്ടാൽ അവർ വീട് കുത്തിപ്പൊളിച്ചകത്ത് കയറാൻ ഒരു പ്രേരണയാവും. നമ്മളെ തല്ലാനുള്ള ആയുധം നമ്മൾ തന്നെ വെച്ചു കൊടുക്കണം. ആ കൊണ്ടുവെക്ക് മോളെന്ത്. അവള് മുമ്പിലുണ്ട്. മുമ്പിലാ? എന്താ പറയാ, നോബഡി വാസ് എക്സ്പെക്ടിങ്. അങ്ങനെ പറന്ന് കളിക്കായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ദ അൾട്ടിമേറ്റ് ഈസ് മെസ്സി 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 മെസ്സി. ഇത് എപ്പോ പറഞ്ഞാലും മെസ്സി മെസ്സി മെസ്സി. അങ്ങനെ പറയാനാണെങ്കിലേ എന്തോരം പേരെ പറയാം. വൈ നോട്ട് എംബാപ്പെ? ആരുടെ വാപ്പ മോളെ? ഹായ് അങ്കിൾ. വാപ്പയല്ല, വലിയ പ്ലെയർ ആണ് എംബാപ്പെ. അത് ശരിയാ, എംബാപ്പെ അടിപൊളി. പക്ഷെ ഹാവ് യു എവർ നോട്ടീസ്ഡ് ബ്രോ, ഈ മെസ്സിക്കൊന്നും കിട്ടുന്ന ഒരു മൈലേജ് ഇല്ലേ എംബാപ്പയ്ക്ക് കിട്ടുന്നത്? മൈലേജ് കുറവാണോ? അതന്നെയാണ് മൈലേജ് ഈസ് ഫോർ ഓൺലി മെസ്സി, നോ എംബാപ്പെ, നോ വൺ. പക്ഷെ 2026 വേൾഡ് കപ്പ് മിസ് ചെയ്യാൻ. ഏതെങ്കിലും ഒരു വേൾഡ് കപ്പ് ഒന്ന് നേരിട്ട് കാണണം, ഭയങ്കര ആഗ്രഹം. കൊയിലാണ്ടി വരുന്നുണ്ട്, അതാകുമ്പോ നമുക്ക് അവരുടെ കൂടെ റീൽസ് ഒക്കെ ചെയ്ത്. അല്ലെങ്കിൽ കൊയിലാണ്ടി അല്ല, അമേരിക്കയിലാണ് 2026 വേൾഡ് കപ്പ്. അവിടുന്ന് ചെയ്യാം. പക്ഷെ ഫണ്ടാ പ്രശ്നം, താങ്ങൂല. അമേരിക്ക ഫണ്ടാണ് പ്രശ്നം നമ്മളെ. ഫണ്ട് ഞാൻ റെഡിയാക്കി തരാം. അന്നാ നമുക്ക് വേൾഡ് കപ്പ് നടത്തണ്ടേ? റെഡിയാക്കി തരാം. ഇത് പോണോ ബൈക്ക്? പന്തിന് കാറ്റടിക്കും, ഞാൻ ഫണ്ട് ഉണ്ടാക്കട്ടെ. ശരി, വേൾഡ് കപ്പ് നടത്തണ്ടേ? ആ മോളെ ഗീതു വലിയ മോളായി. ജീവിതത്തെ കുറച്ചുകൂടി ഗൗരവത്തിലൊക്കെ സമീപിക്കേണ്ട ഒരു സമയമായിരിക്കും നമുക്ക്. ആ പിന്നല്ലത്, ആ സമയത്ത് വെറുതെ ഗേറ്റിന്റെ അടുത്ത് കണ്ടവന്മാരുടെ കൂടെ ഫുട്ബോൾ, എംബാപ്പെ. ഓ മോളു, ഫുട്ബോൾ നമ്മുടെ ഒരു ആഗോള പ്രശ്നമല്ല. ഇപ്പൊ നമ്മുടെ പ്രശ്നം എന്താ? മോളെ എക്സാമിന് പ്രിപ്പയർഡ് ആവാ. എന്നാ പിന്നെ ഒന്നുകൂടി പ്രിപ്പയർഡ് ആവാനുണ്ടാവുമല്ലോ. എവിടെങ്കിലൊക്കെ എന്തെങ്കിലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കിട്ടുമല്ലോ. എന്തോ പഠിക്കാൻ ബാക്കിയുണ്ടല്ലോ അല്ലേ? മോള് ചെല്ല്. എന്നല്ല, ഞാൻ കണ്ടായിരുന്നു, റീൽസ് കണ്ടായിരുന്നു. കൊള്ളൂല, മോൾക്കത് ശരിയാവുന്നില്ല. എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇതേപോലെ ഫ്രീ ടൈം കിട്ടി ഞാൻ പഠിച്ചോണ്ടിരിക്കായിരുന്നു, റീൽസ് ചെയ്തോണ്ടിരുന്നായിരുന്നില്ല എന്ന് മോൾക്കറിയാമോ? പപ്പയുടെ കുട്ടിക്കാലാണോ ഇത്? ചെല്ല് ചെല്ല്. എംബാപ്പെ, മെസ്സി, എംബാപ്പെ, നിന്റെ വേൾഡ് കപ്പ് ഞാനൊന്ന് നടത്തി തരാടാ. മസല അവിടെ എന്തെങ്കിലും അവിടെ നിക്കടോ. ഫുട്ബോൾ അല്ലേ? ഫുട്ബോൾ. മക്കളിപ്പോ ഫുട്ബോൾ വെച്ചാണോ പെൺപിള്ളേരെ ഉപദേശിച്ചോണ്ടിരിക്കുന്നത്? അല്ല, എംബാപ്പയുടെ കാര്യം എംബാപ്പെ നോക്കിക്കോളും, മെസ്സിയുടെ കാര്യം മെസ്സി നോക്കും, എന്റെ മോളുടെ കാര്യം ഞാൻ നോക്കും. അതിൽ നീ ഇടപെടണ്ട. കുട്ടിക്കാലം മുതലേ അവള് നന്നായിട്ട് ഉപദേശം കൊടുത്തന്നെ ഞാൻ വളർത്തി വലുതാക്കിയത്. ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. ഇത് മേലിൽ എന്റെ വീടിന്റെ പരിസരത്തെന്താ നിന്നെ കണ്ടാലോ ഫിലിപ്പിൽ നീ എന്ന് അറിയും. Uncle, I think you are mad. You threaten me. I am Philip. I'll show you. What? നാണം കട നിനക്ക്? നാണുണ്ടോ? ആളെക്കാളും വലുതായിട്ടുള്ള കട. നിക്കർ ഇട്ടോണ്ട് എന്റെ വീടിന്റെ മുന്നിൽ വന്നിട്ട്. അങ്കിൾ, ഇത് നിക്കറല്ല, ദിസ് ഈസ് ഷോർട്സ്. അടിച്ചെന്തിനാ ഇനിയും ഷോർട്ടായി കളയാൻ? എന്താ പ്രശ്നം? എനിക്കറിയില്ല നിങ്ങളെ. ഇവനുണ്ടല്ലോ, ഇവൻ എന്റെ വീടിന്റെ ഗേറ്റിന്റെ മുമ്പിൽ എന്റെ മോളെ ഉപദേശിക്കുന്ന എനിക്കറിയൂടാ. പറഞ്ഞു വന്നേ. നന്ദ നന്ദ നീ കൂടാതെ ഫിലിപ്പൊന്നോട് വന്നേ. പിന്നെ ആൾക്കാർക്ക് നോക്കുന്നേ. ഞാനുണ്ടല്ലോ തറവാട് പറഞ്ഞവരാ. എന്താ കുടുംബപാരമ്പര്യം എന്താ അറിയാം? നീ ഇവിടെ വന്നേ. കുടുംബപാരമ്പര്യം എന്താ? ഫിലിപ്പ്, നീ ഒന്ന് സമാധാനപ്പെടുക.
എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്? അപ്പൊ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നു. ആൾക്കാരെ ശ്രദ്ധിക്കുന്ന വെച്ചിട്ട് ഞാൻ എന്താ പ്രാന്ത് കളിച്ചു? എൻ്റെ മോളെ വീട്ടിൻ്റെ അകത്തിരിക്കുന്നത് 5 ദിവസമായിട്ട് ഞാൻ അവൾക്ക് കാവലിരിക്കുക. അവിടെ സ്ഥലത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, ഒരു സ്ഥലത്തേക്ക് പോലൊരു സമാധാനം കിട്ടുന്നില്ല. പിള്ളേർ അവരെ കാര്യം നോക്കൂ. നീ ലീവ് എടുത്തെന്തിനാ വീട്ടിലിരിക്കുന്നേ? പിള്ളേർ അവരുടെ കാര്യം നോക്കുന്ന കാര്യം നീ പറയില്ല എൻ്റെ നന്ദ. മോളെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുച്ചൻ്റെ എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് വന്നു. കരയല്ല അയാള്, ആ കൊച്ചു ഡ്രഗ് അഡിക്റ്റാ. ഞാൻ എൻ്റെ മോളെ എങ്ങനെയാ നോക്കുന്നത് അതിനേക്കാൾ അപ്പുറം അയാൾ നോക്കുന്നത്. എന്നിട്ട് ആ കൊച്ചെന്തായി? പിന്നെ എടുത്ത് കണ്ണിന്റെ മുകളിൽ കൊണ്ടുനടക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ തെറ്റി തീർന്നു കഥ. അതിനിടയ്ക്കാണ് ഫുട്ബോളും താങ്ങി പിടിച്ച് ഗേറ്റിൻ്റെ അടുത്ത് വന്നിട്ട് ഒരന്മാർ ഞാൻ ഇങ്ങനെ ഉണ്ട്. എല്ലാ കുട്ടികളും അങ്ങനെയെന്ന് കരുതിയിട്ട് അവൾ അങ്ങനെയാവോ? സമാധാനമായിട്ടില്ല. നീ വീട്ടിലേക്ക് ചെല്ല്, സമാധാനമായിട്ടിരിക്കേ. നിന്റെ ഈ മൂടല്ലേ അവര് കാണുന്നത്? ഒന്ന് സമാധാനമായിട്ട് ചെല്ല് വീട്ടിലേക്ക്. ഞങ്ങളൊരു PTA മീറ്റിങ്ങിന് പോയതാണ് ഇതൊക്കെ കാര്യം ഉണ്ടായത്. ഞാൻ പറഞ്ഞില്ലേ എന്നോട് PTA മീറ്റിങ്ങിന് പോകുന്ന കഥ? ആ ദിവസവും മൂപ്പരെ കൂട്ടിക്കൊണ്ടുപോയി ആ പ്രിൻസിപ്പൾ ഒരു കഥ പറഞ്ഞു കൊടുത്തിനി. എന്ത് കഥയാ? അതിനുശേഷം തുടങ്ങിയതാ. എടി, അവിടെ ഒരു പെങ്കുച്ചേ ഡ്രഗ് അടിച്ചാന്ന്. എന്റെ അമ്മാടി, അതിനുശേഷം അങ്ങേരുടെ നില തെറ്റിയ മാതിരി. ഇതൊക്കെ കേൾക്കണോ? ആ കുട്ടി ചെയ്തു വെച്ച കളി കേൾക്കണോ നിനക്ക്? ഇവള് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ യൂണിഫോം ഇട്ടല്ലേ ഇറങ്ങുക. അപ്പൊ ഒരു എക്സ്ട്രാ പെയർ ഡ്രസ്സ് എവിടെ വെക്കൂ? ബാഗിൻ്റെ ഉള്ളിൽ വെക്കൂ. എന്നിട്ട് എന്ത് ചെയ്യൂ? ഇതും കൊണ്ട് അവിടെയും ഇവിടെയൊക്കെ കറങ്ങി നടന്നിട്ട് പുരയിലേക്ക് തിരിച്ചു പോരുമല്ലോ. അന്നേരം എന്താക്കൂ? വീണ്ടും യൂണിഫോം എടുത്തിടും. എന്തൊരു ബുദ്ധിയാലേ. ആ, അതിന് ശേഷം ഇത് ഞാൻ ഉറക്കില്ല, ഊണില്ല, ഒന്നുമില്ല. രാത്രി ഉറങ്ങുകയാണെങ്കിൽ തന്നെ ഞെട്ടിങ്ങണിക്കും. കൊത്തി മുഴുവൻ ഇടണമെന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും കഴിക്കില്ല. ഇതില്ലേ വരെ നമ്മുടെ ഇതില്ലേ തകരത്തിന്റെ ഷീറ്റ് അത് മൊത്തം കവർ ചെയ്യണം. ഈ കസ്റ്റം ഇട്ടുപോയി. കസ്റ്റമിന്റെ എന്തിനാ ഇത്രയും വില കൊടുത്ത് മേടിച്ചു വെച്ചിരിക്കുന്നത്? പുറത്ത് നമ്മൾ നോക്കിയാൽ കാണാൻ പാടില്ല. എല്ലാം കുറ്റിയിടുന്നല്ല. ഓക്കെ, ഈ ഇങ്ങനെ ക്രോസായിട്ട് പട്ടയിടൂല്ലേ? അത് വേണം. അത് ഇരുമ്പിന്റെ ഇവിടെ കൊണ്ടുവന്നിട്ട് വെൽഡിക്കണം. സതീഷിനോട് പറയാം, നാളെ തന്നെ പറയണം. പിന്നെ പോലെ നമ്മുടെ സ്റ്റെയർ കയറി പോയിട്ടുള്ള ഡോറില്ലേ, മര്യാദക്ക് വൃത്തിയായിട്ട് കുത്തിയിട്ടോണോ. നമ്മുടെ മലയാളികൾക്കുള്ള ആകെപ്പാടുള്ള പ്രശ്നമാണ്. ഒന്ന് മാത്രം നോക്കൂ, പിന്നെ വൃത്തിക്ക് ഒരു കാര്യം ശ്രദ്ധിക്കുമല്ലോ. ഒരു കള വന്നിട്ട് ഇന്ന് തട്ടിയാൽ ഓർമ്മ തരും. ഇനി എന്താണില്ല എങ്ങനെ വെക്കണം നോക്കണം. എനിക്ക് വട്ടല്ല, പേടിച്ചിട്ടാ.
ചേച്ചി വിഷമിക്കണ്ട. ഫിലിപ്പച്ചാനി ചേച്ചി മോള് മാത്രല്ലല്ലോ, മൂപ്പര് ഒരു ലോല മനസ്സാ. ആടി ഇനിയൊക്കെ കാണുമ്പോ എന്തൊരു സ്നേഹാന്നറിയോ. ചേച്ചി വേണം മൂപ്പർക്കൊരു ധൈര്യം കൊടുക്കാൻ. ചേച്ചി കുറച്ച് സ്ട്രോങ് ആയാ മൂപ്പരും സ്ട്രോങ് ആവും. അപ്പൊ ചേച്ചി ഇപ്പൊ ആദ്യം ചെയ്യണ്ട എന്താ അറിയോ, ആ ഫിലിപ്പച്ചായന്റെ പേരിലുള്ള ഇൻഷുറൻസ് റിന്യൂ ചെയ്തോ. ഡേറ്റ് എക്സ്പയർ ആവാനായിട്ടുണ്ടാവും, ഒന്ന് നോക്കിക്കാളോ. അതൊന്ന് ചെയ്ത് വെച്ചോ. ചേച്ചി സമാധാനായിട്ട് പോയിക്കോ, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. ചേച്ചി പോയിക്കോ. ഫിലിപ്പേ, നന്ദനോ? താനെന്താണ് ഇവിടെ? ഞാൻ തന്നെ കാണാൻ വന്നാടോ. എന്നെ കാണാൻ റോഡിൽ നിന്നാ മതി. ഇങ്ങോട്ടോ? ആ എന്താ അല്ല, സമയക്കുറായെന്ന് തന്നെ ഒന്ന് കാണാൻ തോന്നി. വാ, വിളിക്കണോ? കുഴപ്പമില്ല. വാ അന്നാ. നന്ദൻ വാ. എന്നിട്ട് അവിടെ ലൈറ്റ് ഒന്നുമില്ലേ? ലൈറ്റ് വരുമല്ലോ. ഫിലിപ്പേ, എന്താടോ എനിക്ക് പറ്റിയേ? എനിക്ക് വട്ടാണെന്നാ. നേരത്തെ എൻ്റെ പെർഫോമൻസ് കണ്ടപ്പോൾ ചിലപ്പോൾ നന്ദ വീട്ടിൽ പോയിട്ട് അവളോട് പറഞ്ഞു കാണുമല്ലേ. ഫിലിപ്പ് എന്തോ തകരാറായിരുന്നു. രണ്ട് ദുരന്തം കഴിഞ്ഞ് വന്നിട്ടൊരു സന്തോഷത്തിലേക്ക് അടുത്ത് ഞങ്ങൾ. ആളുകളൊക്കെ പറയില്ലേ എന്താ സുഖപ്രസവം, അല്ലെങ്കിൽ പ്രസവത്തിൽ കുഞ്ഞ് മരിച്ചു പോയാൽ പറയും ആ പ്രസവത്തിൽ മരിച്ചു പോയതല്ലേ, നിസ്സാരമാക്കും അല്ലേ. ഞങ്ങൾക്ക് അത് നിസ്സാരാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലടോ. ഭയങ്കര പ്രതീക്ഷയായിരിക്കും നമുക്ക്. അതിന് കൊടുക്കുന്ന കെയർ, അന്ന വയറ്റിക്കിടക്കുന്ന കുഞ്ഞിന് ജീവനില്ല എന്ന് അറിഞ്ഞിട്ട് അതിനെ പ്രസവിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ എന്നുണ്ട്. 2 തവണ ഒന്നല്ല. ആദ്യത്തേത് കഴിഞ്ഞു, രണ്ടാമത്തെ വന്നപ്പോൾ ഡോക്ടർമാരൊക്കെ പറഞ്ഞു കുഴപ്പമില്ല, ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടും, അന്നയും ഓക്കെയാണ്, ഹെൽത്തിയാണ്. പക്ഷെ രണ്ടാമത്തെ ഒരു മോളെ പ്രസവിച്ച് കിടക്കുമ്പോൾ അന്ന എൻ്റെ അമ്മച്ചിയുടെ ഒരു വകയിലൊരു ബന്ധു ഹോസ്പിറ്റലിൽ വന്നു. അവർ പറഞ്ഞു സുഖപ്രസവമല്ലേ, നന്നായി എന്ന്. ആർക്കാ സുഖം? കാണാൻ വരുന്നവർക്കോ? അവിടെ സ്കൂളിൽ അവളുടെ ക്ലാസ്സിൽ ഒരു കുട്ടി ഡ്രഗ് അഡിക്റ്റാ. അത് ഞങ്ങൾക്ക് അറിയാവുന്നതാ. പാരൻസ് മീറ്റിംഗൊക്കെ ഞങ്ങൾ പങ്കെടുക്കുന്നതിൽ അറിയാവുന്ന. എൻ്റെ കുഞ്ഞ് അങ്ങനെ ആയിപ്പോന്നുള്ളൊരു പേടിയായിപ്പോ. ആദ്യാണോടോ നന്ദ? അപ്പൻ്റെ ആദ്യം
പപ്പയ്ക്ക് അറിയോ, ഇന്നേ വരെ ഞാൻ പപ്പയ്ക്കും മമ്മിക്ക് ഇഷ്ടമില്ലാത്തൊന്നും ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾ പറയാത്തൊരു ഉടുപ്പ് വാങ്ങാനോ ഒക്കെ പോട്ടെ, എനിക്ക് കുട്ടനോട് പോയി ഫുട്ബോളൊക്കെ കളിക്കാൻ എത്ര ഇഷ്ടം അറിയോ? അതിന് പോലും ഞാൻ പോക്കില്ലല്ലോ. എന്താ അറിയോ, എന്റെ പപ്പയ്ക്കും മമ്മിക്ക് ഇഷ്ടമല്ല. പിന്നെ എന്തിനാ നിങ്ങളിങ്ങനെ പേടിക്കുന്നതിനെ പറ്റി? ഒരിക്കലും നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് ഒന്നിനും പോവില്ല. എപ്പോഴും അവിടെ തന്നെ. നന്ദ, ശില്പേ ഞാൻ പോട്ടെ. അവിടെ മോളും അവളും ഒറ്റയ്ക്കല്ല. അത് കാത്തൊക്കെ വരും. അല്ലെങ്കിലേ ഗൗരി എന്താ ഇപ്പൊ സ്കൂളിൽ വരാത്ത? ഗൗരി വലിയ കുട്ടിയായി. അവളും വയസ്സറിയിച്ച്. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഒരുപാട് ഗിഫ്റ്റൊക്കെ കിട്ടിയിരിക്കുക. കുടുംബക്കാരൊക്കെ കൊണ്ടുവന്നിട്ട് ഭയങ്കര സന്തോഷത്തിലാ. നീ എന്തിനാണ് കരയുന്നേ? ചെല്ല്. എന്താ ഇനി എന്നാ ഹോസ്പിറ്റലിൽ പോകണ്ടേ? ഇനി അടുത്ത വെള്ളിയാഴ്ച പോണ. കൂടെ വരാൻ ആളിലെ പറഞ്ഞാൽ മതി, ഞാൻ വരാം. കൂടെ അവള് വരും. നീനാ പോയി കിടന്നു. കിടക്കാം. പോട്ടെ മക്കളെ, ഗുഡ് നൈറ്റ്. സൂക്ഷിച്ച്. ആ ഗേറ്റ് കൂട്ടിട്ട് പോടാ. ഇനി എന്തിനാണ് ആ ഗേറ്റ് പൂട്ടുന്നത്? നിന്റെ ഏറ്റവും വലിയ ബലല്ലേ നിന്റെ അടുത്ത് നിക്കണത്. ഇത് തുറന്നു കിടക്കട്ടടാ. ഹായ് അങ്കിൾ. ആ എന്താ മോനെ? എന്താ പറയപ്പാ, രാവിലെ നടന്ന പ്രശ്നം എന്താന്ന് എനിക്കറിയില്ല. ഐ റിയലി ഡോണ്ട് നോ. ആ വിട്ടേടാ. ബൈ ദ വേ അങ്കിൾ, 2 ദിവസമായിട്ട് ഗൗരിയെ സ്കൂളിലും ബസ് സ്റ്റാൻഡിലൊന്നും കാണുന്നില്ല. വെരി ഷീനോ? അല്ല അങ്കിൾ, ഞാൻ കാഷ്വലി ചോദിച്ചതാണ്. കാഷ്വലി അല്ല, ജസ്റ്റ് വെറുതെ ചോദിച്ചാണ്, അറിയാൻ വേണ്ടി. എടാ എന്റെ മോളെ നീ എന്തിനാടാ അന്വേഷിക്കുന്നേ?